ഇന്ത്യയും ചൈനയും അതുകൊണ്ടാണല്ലോ നമ്മളോട് ഇവരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? അവിടെ ഏറ്റവും വലിയ വിപണിയാണിത് അല്ലേ? ഈ പറയുന്ന രാജ്യങ്ങളിലെ ഏറ്റവും വലിയ വിപണിയാണിത്. ജനസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് കൺസംഷൻ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്. ഇന്ത്യക്കും ചൈനയ്ക്കും ഈ ലോകരാജ്യങ്ങളോടൊക്കെ ആശ്രയത്വമുണ്ട്. അപ്പൊ സാധനം വിൽക്കണം അവർക്ക്. സാധനം വിൽക്കണമെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ബന്ധങ്ങൾ വേണം. അതുകൊണ്ട് വരുന്നതാണ് ഇതൊക്കെ. അല്ലാതെ അവരുടെ നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് വല്ലതും വരുന്നതാണ്. ചൈനക്കാരെ നന്നാക്കാൻ വേണ്ടിയൊന്നും വരുന്നതല്ലല്ലോ ട്രംപ്. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ബിസിനസ് അത് 2 മണിക്കൂറിലേറെ ചർച്ച നടന്നു എന്നാണ് ഇന്ന് വാർത്തകൾ വരുന്നത്. 2 മണിക്കൂറിലേറെ രണ്ടുപേരും അത്തരത്തിലുള്ള വലിയ വിശദമായ ചർച്ചകളും വലിയ കച്ചവടവും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ആയുധ കച്ചവടം അടക്കമുള്ള കാര്യങ്ങളിൽ ട്രംപിന്റെ ഇപ്പൊ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരിപാടി അതാണല്ലോ. പക്ഷേ ആ ചർച്ചകൾക്കിടയിൽ പോലും ഷീ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷീ അമേരിക്കൻ പ്രസിഡന്റിനോട് ഒരു കാര്യം അവർക്ക് പറയാനുള്ള കാര്യം അവർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തായ്ലൻഡിനെ തൊട്ട് കളിക്കരുത്. തായ്ലൻഡിൽ കയറി കളിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ ആ കളി മറ്റേ അവർ പറഞ്ഞ പോലെ രേവന്ത് റെഡ്ഡി പറഞ്ഞതുപോലെ ദിനേശ ആ കളി വേണ്ടെന്നാ പറഞ്ഞു. അത് വലിയ പ്രശ്നമാണ്. ഇപ്പൊ തായ്ലൻഡ് മറ്റേ നമുക്കറിയാം, ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് തൈവാനെ തൊട്ട് കളിക്കുക എന്നുള്ളത്. തൈവാനെ തൊട്ട് കയറി കളിക്കരുതെന്നുള്ളത്. അപ്പൊ അതിനകത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇപ്പൊ അവിടെ ഉദ്ദേശമുണ്ട്. അമേരിക്ക അവിടെ കയറി കളിക്കാനാണ്, തൈവാനിൽ കയറി തൊട്ട് പിന്നെ അവർക്ക് കുറച്ച് ആയുധങ്ങളും കുറച്ച് പണവും ഒക്കെ കൊടുത്തിട്ട് അവരെ ഒന്ന് തിരിച്ചു വിടാനുള്ള ഒരു പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. പുള്ളിക്ക് അങ്ങനെയാണല്ലോ. ലോകത്ത് ആരുടെയിലും രാജ്യങ്ങള് അവരുടെ പിന്നെ കയ്യിൽ നിന്ന് പോയതോ അല്ലെങ്കിൽ വിട്ടുകിടക്കുന്നതോ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലെങ്ങാനും വല്ല ശ്രമം നടത്തി കഴിഞ്ഞാൽ അവിടെ കയറി ബദല് കളിക്കുക എന്നുള്ള പരിപാടി ട്രംപിന്റെ സ്ഥിരം പരിപാടിയാണ്. ഓരോ ഇപ്പം ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അപ്പം റഷ്യയും നമുക്ക് ചൈനയും പിന്നെ തൈവാനും തമ്മിലുള്ള നിലനിൽക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും അതിന്റെ മറ്റ് പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം. അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ. അപ്പൊ തൈവാനെ സംബന്ധിച്ചിടത്തോളം തൈവാനിൽ അമേരിക്കൻ ഇന്റർവെൻഷൻ, അമേരിക്ക എന്തെങ്കിലും തരത്തിൽ ഇടപെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ചൈന ശക്തമായ മറുപടി കൊടുക്കും. അത് പറഞ്ഞു, കൃത്യമായിട്ടത് ഷീ പറഞ്ഞു എന്നാണ് പറയുന്നത്. തൈവാന് ആയുധങ്ങൾ കൊടുക്കാനോ പണം കൊടുക്കാനോ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ശക്തമായ പ്രതികരണം ഉണ്ടാകും. ഒരു പക്ഷെങ്കില് അങ്ങനെ വല്ലതും ശ്രമിച്ചു കഴിഞ്ഞാൽ സൈനിക നടപടിക്ക് ഞങ്ങൾ മടിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ചൈന പോലൊരു രാജ്യം സൈനിക നടപടിക്ക് മടിക്കുകയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് കാര്യം മനസ്സിലായി. ഇതൊക്കെയാണ് ഇന്റേണൽ പ്രശ്നങ്ങൾ ഇതിനകത്ത്. നമ്മൾ പുറത്ത് കാണുമ്പോൾ നമുക്ക് തോന്നും വലിയ കച്ചവടവും നടക്കണം. രണ്ടും വേണം. 2 പരിപാടികൾ ഇതിനകത്ത് വേണം.